ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാപ്പ സുസാറ്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും. എല്ലാവരും ഈ കോഴ്സിന് ഇത്ര വെയിറ്റിംഗ് ലിസ്റ്റ്, അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ സംഭവം എല്ലാം വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, എത്ര വെയിറ്റിംഗ് ലിസ്റ്റ് വന്നാൽ അഡ്മിഷൻ കിട്ടാം, അലോട്ട്മെന്റ് കിട്ടാം, സ്പോട്ടിലോട്ട് പോകണോ, അങ്ങനെ ഒരുപാട് സംശയം കാണും. സോ നമ്മൾ ആ സംശയത്തിനുള്ള എല്ലാം ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്തായിരുന്നു പറയാം. ആ സംഭവം കണ്ടിട്ട് പിടികിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്. സോ അവരൊക്കെ വേണ്ടിയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടി CS ജനറൽ കാറ്റഗറി 250 വെയിറ്റിംഗ് ലിസ്റ്റ് കാണിച്ചാൽ ആ കുട്ടിക്ക് മുന്നിൽ 249 പേര് ആ കോഴ്സ് വോട്ട് ചെയ്യാൻ നിൽപ്പുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ 250 ആളാണ് ആ കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന 250 ആളായിരിക്കും നിങ്ങൾ. അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് എന്താണ്, അതിന്റെ ഒരു കാര്യം പിടികിട്ടി കാണും. അടുത്തത് ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റും കാറ്റഗറി വെയിറ്റിംഗ് ലിസ്റ്റും. അതിനെ കുറിച്ച് പറഞ്ഞാടാ. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനറൽ സീറ്റ്സ് ആയിരിക്കും കൂടുതൽ. കാറ്റഗറി റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോട്ടൽ സീറ്റിന്റെ ഇത്ര ശതമാനം ഇന്ന കാറ്റഗറി, ഇത്ര ശതമാനം ഇന്ന കാറ്റഗറി, അങ്ങനെയായിരിക്കും സീറ്റ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു കോഴ്സ് ജനറൽ കാറ്റഗറി വെയിറ്റിംഗ് ലിസ്റ്റ് 150 കാണിച്ച്, ഏതെങ്കിലും ഇപ്പോൾ ഒരു OBC കാറ്റഗറി 150 കാണിച്ചെന്ന് വെച്ചു, ജനറലിലെ കുട്ടിക്ക് കിട്ടാനായിരിക്കും സാധ്യത കൂടുതൽ. കാര്യം എന്ന് വെച്ചാൽ OBC കാറ്റഗറി എന്ന് പറയുന്നത് സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. ആ ലിമിറ്റഡ് സീറ്റ്സിൽ 150 പേര് ഓപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. മറ്റേന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആകുമ്പോൾ സീറ്റ്സ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് സീറ്റ്സ് കൂടുതലായിരിക്കും. സോ അപ്പം 150 ആകുമ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ജനറൽ കാറ്റഗറി ഉള്ള ആൾക്കും ഉണ്ട്. സോ അതിനെക്കുറിച്ച് മനസ്സിലായല്ലേ. അടുത്തത് റാങ്ക് വെർസസ് വെയിറ്റിംഗ് ലിസ്റ്റ് കമ്പാരിസൺ പറഞ്ഞുതരാം. നിങ്ങളെ റാങ്ക് വെച്ച് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾക്ക് ഒരു റാങ്ക് വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് ഏതാ കോഴ്സിന് പോകാൻ പറ്റുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ പറയത്തില്ല, മേ ബി ശരിയാവാം, ശരിയാവാതിരിക്കാം. അങ്ങനെ പറയാറുണ്ട്. ഒരുപാട് പേര് വെയിറ്റിംഗ് ലിസ്റ്റ് ഇങ്ങനെ ഇത്രയാണ് കിട്ടോ എന്നും പറഞ്ഞ് കമന്റ്സ് ഇടുന്നുണ്ട്. സോ അവരൊക്കെ വേണ്ടിയാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. സോ നിങ്ങളുടെ റാങ്ക് വെച്ച് വേണമെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാം. ഇതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കീം തന്നെയാണ്. സ്കീം ഇങ്ങനെ ലേറ്റ് ആവും തോറും കുസാറ്റിന്റെ അലോട്ട്മെന്റ് അത്രയും ടൈറ്റ് ആയിക്കൊണ്ട് അതിന് സെക്കൻഡ് അലോട്ട്മെന്റും വലുതായിട്ട് ആരും പ്രതീക്ഷയൊന്നും വെക്കണം. നല്ല ടൈറ്റിലായിരിക്കും പോകുന്നത്. തേർഡും അതേപോലെ ആയിരിക്കും. സോ സ്കീമിന്റെ അലോട്ട്മെന്റ് വന്നാൽ മാത്രമേ ഈ ടൈറ്റ്നെസ് മാറത്തുള്ളൂ. ഒരുപാട് പേര് സ്കീം നോക്കി നിൽക്കുന്നവരുണ്ട്. അവരൊരു സേഫ്റ്റിക്ക് വേണ്ടി കുസാറ്റിൽ ഫീസ് അടച്ച് സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും. റീഫണ്ട് പോളിസി ഉണ്ടല്ലോ, അത് പൈസ ഒന്നും പോകത്തില്ല. സോ അവര് സ്കീമിൽ CETയോ GCയോ ഒക്കെ കിട്ടുമ്പോൾ അതിൽ പോകും, ഇത് ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ ആ സീറ്റ് വേക്കൻറ്റ് വരും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവർക്കും അഡ്മിഷനൊക്കെ കിട്ടും. സോ സ്കീം വന്നാലേ ഒരു റിലാക്സേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ തന്നെ ഒരു കാറ്റഗറി വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു CS തന്നെ വെച്ചു. CS ഒരു കാറ്റഗറി, ഇപ്പോൾ ഒരു മുസ്ലിം കാറ്റഗറി 150 വെയിറ്റിംഗ് ലിസ്റ്റ് കാണിച്ചാൽ ആ 150 പേരിൽ സ്കീം വരുമ്പോഴത്തേക്ക് ആ 150 മുസ്ലിംസിൽ കുറെ പേരൊക്കെ സ്കീമിലോട്ട് പോയാൽ ആ ഒരു കാറ്റഗറിയിലാക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെയാണ്. സോ സ്കീം വരാതെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ച് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പൊ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് കമന്റ് ഇടുന്നവരാണ്, നിങ്ങൾ റാങ്ക് പറഞ്ഞ് കമന്റ് ഇട്ടാൽ ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ വെച്ച് ഏത് കോഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് പറയാൻ ചാൻസ് കുറവാണ്. പിന്നെ അലോട്ട്മെന്റിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു 20-30 ആ ഒരു റേഞ്ചിൽ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നവർക്ക് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും എന്ന് പറയാം. പക്ഷെ ബാക്കി 100 എബോവ് ഒക്കെ എന്തായാലും പ്രഡിക്റ്റ് ചെയ്യത്തില്ല. ഒരു 50നൊക്കെ അകത്താണെങ്കിൽ ഒരു 50 to 60 വരെയാണെങ്കിലും അലോട്ട്മെന്റിലായാലും റിയൽ ടൈമിലായാലും നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ റാങ്ക് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് കോഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ CS ഒരു കുട്ടിക്ക് CS വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു 250 ഉണ്ടെന്ന് വെച്ചോ. അതേ വേറൊരു കുട്ടിക്ക് മെക്കാനിക്കൽ 250. പക്ഷേ ഏതാണ് കിട്ടാൻ ചാൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ കോഴ്സ് മെക്കാനിക്കലിന്റെ കുട്ടിക്കായിരിക്കും. മെക്കാനിക്കൽ ഓപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടിക്കായിരിക്കും കിട്ടാൻ സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് പറഞ്ഞാലുള്ള ഇപ്പോൾ CS 250 വന്ന് ഈ ബാക്കി 249 പേര് നിങ്ങളുടെ മുന്നിലുണ്ട്.
അവര് കുസാറ്റില് CS മേലെ ഒരു സബ്ജക്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കത്തില്ല. അത്രയ്ക്ക് ഡിമാൻഡിങ് കോഴ്സാണ്. സോ അവര് CET-ലോ GEC-ലോ ഒക്കെ ഒരു CS കിട്ടിയാൽ മാത്രമേ ആ കുട്ടികൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോകത്തുള്ളൂ. സോ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതേപക്ഷം മെക്കാനിക്കലിൽ 249 ആളുകളിൽ അവര് CS കിട്ടിയാലും EC കിട്ടിയാലും IT കിട്ടിയാലും ഒക്കെ പോവാൻ നിൽക്കുന്നവരായിരിക്കും. സോ അവർ അവിടെ വേക്കൻസി വരുന്നതനുസരിച്ച് ഈ കുട്ടികൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടുത്തെ കുട്ടികൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളത് കോഴ്സ് വൈസും വെയിറ്റിംഗ് ലിസ്റ്റ് ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും. സോ ഓവറോൾ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരു തേർഡും ഒരു 3 അലോട്ട്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഓവറോൾ ഐഡിയ ഒക്കെ കിട്ടും. സോ വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് ആരും ഒരു ഹോപ്പും കൊണ്ട് ഇരിക്കണ്ട. കിട്ടാം, കിട്ടാതിരിക്കാം. സോ കീം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ഒരുപാട് പേര് വേറെ കോളേജിലൊക്കെ പോയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അവര് കുസാറ്റാണ് ഓപ്റ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ചാൻസ് പിന്നെയും. അപ്പൊ അങ്ങനെ ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളെ റാങ്ക് വെച്ച് ലാസ്റ്റ് റാങ്ക് കമ്പാരിസൺ വെച്ച് നോക്കുക. ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ആയിരിക്കും ഈ വർഷം വരാൻ സാധ്യത. വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ച് കമ്പാരിസൺ ഒക്കെ പോസിബിൾ ആയിരിക്കത്തില്ല. സോ നിങ്ങളിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ച് ഒരു ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുസാറ്റിന്റെ റിസൾട്ടൊക്കെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാതിരിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സാണ്. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതാ കുറച്ചൊക്കെ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ വലുതായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു 95% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ഇതുപോലുള്ള നിങ്ങളുടെ എന്ത് കൺസേൺ ആണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് വന്നിരിക്കും. സോ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ്.